Praise the Lord. Praise the Lord. ഉറക്കെ പറയാം സ്തോത്രം. Hallelujah. ഒരു പൈസയുടെയും മുടക്കില്ലല്ലോ. ഒന്നുകൂടെ പറയാം സ്തോത്രം. സ്തോത്രം. ഞാൻ ഇന്ന് കാവി ഇട്ടു, എന്നും കാവി ഇടത്തില്ല കേട്ടോ. ചിലപ്പോൾ വെള്ള വസ്ത്രമായിരിക്കും, ചിലപ്പോൾ പാൻറ്റും ടീഷർട്ടും ആയിരിക്കും, ചിലപ്പോഴൊക്കെ ജീൻസും ഇടും, ചിലൊക്കെ അഭിനയിക്കും. പാടണമെന്ന് ആഗ്രഹമുണ്ട്, പാടാൻ അറിയത്തില്ല. കൊച്ചുനാളിലും പാടിയിട്ടില്ല, എങ്കിലും പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഞാനൊരു കലാകാരനാണ്, അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലൊക്കെ. അതുകൊണ്ട് താങ്കൾ ടി വിയിൽ വരുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. രാഷ്ട്രീയക്കാരെ എനിക്കിഷ്ടമാണ്. അവർ നന്നായിട്ട് ഭരിച്ചെങ്കിൽ മാത്രമേ ദേശം നന്നാകത്തുള്ളൂ. ഞാൻ കൂടെ എനിക്കൊരു പ്രെയർ ഗ്രൂപ്പുണ്ട്, പ്രെയർ ഹൗസ് ഉണ്ട്. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവിടെ 9 സഹോദരിമാർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാർത്ഥിക്കും. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 8 മണി 9 മണി വരെ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഗവർണർമാരുടെ, മുഖ്യമന്ത്രിയുടെ, ഈ മന്ത്രിയുടെ എല്ലാം ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോടും എനിക്ക് വലിയ ബഹുമാനമാണ്. വെറുതെ വാചകടിക്കുകയല്ല. ഒരു ദിവസം ഓഫീസിലുള്ളവരെ ഞാൻ വിളിക്കാൻ വന്ന് ഞങ്ങളുടെ ആ പ്രെയർ ഗ്രൂപ്പ് കാണുകയും ഞങ്ങളുടെ സഹോദരിമാരുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണം, കാണുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ തിരക്കുള്ള മന്ത്രിയാണ്, തൊഴിൽ മന്ത്രി, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു സങ്കീർത്തനം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ നിന്നും എനിക്കിങ്ങനെ അവാർഡ് കിട്ടിയപ്പോൾ അങ്ങ് സമ്മതിച്ചു പോയതാണ്. ഈ അവാർഡിന് വാസ്തവത്തിൽ ഞാൻ അർഹനൊന്നുമല്ല. 10ാം ക്ലാസ് മാത്രം പഠിച്ച പട്ടാളം വർഗീസിന് കൃപയാൽ വലിയവരുടെ കൂടി ഇരിക്കാൻ ഇടയ്ക്ക് കോട്ടയത്ത് വെച്ച് ബിഷപ്പുമാരെല്ലാവരും കൂടെ ഒരു അവാർഡ് തന്നപ്പോഴും നമ്മുടെ കേരളത്തിലെ മന്ത്രി തിരുവഞ്ചൂരാണ് തന്നത്. എനിക്ക് എളിമ തോന്നി. ഞാൻ വിചാരിച്ചു ഇനിയും അവാർഡൊന്നും വാങ്ങിക്കണ്ട എന്ന് രാവിലെ ഞാൻ വിചാരിച്ചു. കിട്ടിയത് വെക്കാൻ സ്ഥലമില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കിട്ടിയിട്ട് സ്വർഗത്തിൽ കിട്ടിയില്ല എങ്കിൽ എന്ത് ലാഭം. ഹല്ലേലൂയ. 27ാം സങ്കീർത്തനം എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പുസ്തകം അവരത് വായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വായിക്കുമ്പോൾ ഷിബു ആൻഡ്രൂസിനെ ആവേശം കൊള്ളിച്ചതുപോലെ തന്നെ അവരെയും ആവേശം കൊള്ളിക്കട്ടെ. കേരളത്തിലൊരു TV ചാനലുണ്ട്, കത്തോലിക്കരുടെ ഷാലോം. ആ ബെന്നി പുന്നത്രയെടുക്കൽ ചോദിക്കാമെങ്കിൽ അദ്ദേഹം പറയും, എൻ്റെ ആ ഒരു പുസ്തകമാണ് അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചത്. 500 രൂപയുമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഇന്നത്. ഇനിയും അനേകം ഷിബു ആൻഡ്രൂസ്മാർ, ഇനിയും അനേകം ഷാലോം TVകൾ, ഇനി അനേകം അനാഥശാലകൾ ഉണ്ടാകുവാൻ ദൈവം എൻ്റെ പുസ്തകത്തെയും എൻ്റെ ജീവിതത്തെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് 27ാം സങ്കീർത്തനം വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വരും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം മാത്രം അപേക്ഷിച്ചു, അത് മാത്രം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ചില ഉപദേശങ്ങൾ കൂടി നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കഥ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവിതാംകൂറിൽ ഒരു മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. വലിയ സന്തോഷം. ആ കുഞ്ഞ് ജനിച്ചു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ നട്ടലിൽ ഒരു വലിയ മുഴ പ്രത്യക്ഷപ്പെട്ടു. ആ കുഞ്ഞ് 50 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചു. അതിനെ കുഴിച്ചിടാനായിട്ട് വേലക്കാരൻ വന്നിട്ട് പുരയിടത്തിൽ കുഴി മാന്തുമ്പോൾ ആ അമ്മ അവിടെ കിടന്ന് കരയുകയായിരുന്നു. ദൈവമേ, നീ എനിക്ക് തന്ന ആദ്യത്തെ കടിഞ്ഞു പുത്രൻ ഇതാ മരിച്ചിരിക്കുന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നോക്കി ആ അമ്മ കരഞ്ഞപ്പോൾ, എനിക്കറിയാവുന്ന ഒരു അമ്മയാണ്, ആ അമ്മ കരഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിൽ കണ്ടത് ഒരു വിരൽ അനങ്ങുന്നതാണ്. അമ്മ വിചാരിച്ചു തോന്നലായിരിക്കാം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ 2ാമത്തെ വിരൽ, 3ാമത്തെ വിരൽ, 4ാമത്തെ വിരൽ. ആ അമ്മ വിളിച്ചു പറഞ്ഞു, അമ്മോ, ആ കുഞ്ഞെനിക്ക് വന്ന് വെച്ച്. ആ അമ്മ ആ കുഞ്ഞിനെ എടുത്തു, വളർത്തി, പാല് കൊടുത്തു, ഉപദേശം കൊടുത്തു. പക്ഷേ ആ കുഞ്ഞ് പിഴയായിരുന്നു. ഞാനൊരു സിനിമാ നിർമ്മാതാവാണ് കേട്ടോ. 4 സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമാ തിയേറ്ററിൽ കാണിക്കുന്നതല്ല. അത് ഞാനൊരു ഒരു ഭാവനാ മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ ഒരു ഭാവനാ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ വളർത്തിയെങ്കിലും ആ കുഞ്ഞ് ദൈവത്തിൻ്റെ മാർഗത്തിൽ വളർന്നില്ല. കുഞ്ഞ് ദൈവത്തെ വിട്ടകന്ന് പാപിയായിട്ട് ജീവിച്ചു.
5, 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ വലിച്ചും വെച്ച് കളയുന്ന സിഗരറ്റ് കുറ്റി എടുത്തുകൊണ്ട് പോയി വലിച്ചു. പപ്പായുടെ അപ്പച്ചൻ്റെ പൈസ മോഷ്ടിച്ചു. കോളേജിൽ ചെന്നപ്പോൾ ആഭാസനായി. ഒരു ദിവസം 120 ചാർമിനാർ സിഗരറ്റ് വലിക്കുവാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകിട്ട് വരെ മദ്യപിക്കുവാൻ തുടങ്ങി. അവസാനം കോളേജ് വിദ്യാഭ്യാസം പരാജയമായപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി ബോംബെക്ക് പോയി. അവിടെ ജോലിയൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് പട്ടാളത്തിൽ ചേർന്നു. പട്ടാളം ആ മനുഷ്യനെ കൂടുതൽ വഷളാക്കി. അവിടുത്തെ ഏറ്റവും തല്ലിപ്പൊളികളിൽ 2000 പേരുള്ള പട്ടാള ക്യാമ്പിലെ ഏറ്റവും തല്ലിപ്പൊളികളിൽ ഒന്നായിട്ട് മാറി. 20 പേരിൽ തല്ലിപ്പൊളികളിൽ ഒന്നായിട്ട് മാറി. എന്നാൽ ആ സമയം ഒരു ദിവസം ദൈവത്തിൻ്റെ സ്നേഹം ആ മനുഷ്യനെ തേടി വന്നു. അവനെ രക്ഷിച്ചു. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി ആ മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ചു. അതെൻ്റെ കഥയാണ്. അത് ഞാനാണ്. യേശു എന്നെ 1971 രക്ഷിച്ചു. 13 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു. യേശു പാപികളെ രക്ഷിക്കുന്നെങ്കിൽ ഇത് ഞാൻ മറ്റുള്ളവരോട് പറയേണ്ടതല്ലയോ? ഞാൻ നല്ലതുപോലെ പട്ടാളത്തിൽ നല്ല ആഹാരമാണ്. ആഴ്ചയിൽ 4 ദിവസം ഇറച്ചി കിട്ടും. നല്ല ആഹാരം, നല്ല ജീവിത സൗകര്യം, നാട്ടിൽ പോകാൻ പാസ്, റെയിൽവേ പാസ് എല്ലാം കിട്ടുമ്പോൾ ഞാൻ സുഖമായിട്ട് ഇവിടെ ജീവിച്ചാൽ മതിയോ? അതോ ഈ യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയണമോ? ആ പറയുവാനുള്ള വെമ്പൽ കൊണ്ട് ഞാൻ ജോലി രാജിവെച്ചു. എൻ്റെ ഭാര്യ തൻ്റെ അധ്യാപികയുടെ ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി കാശ്മീരിലെ കട്ര വൈഷ്ണോദേവി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് പോയി സുവിശേഷം പറയുവാൻ തുടങ്ങി. വലിയ ദാരിദ്ര്യം. എന്നെ സഹായിക്കാൻ ആരുമില്ല. അന്നത്തെ കാലത്ത് സഹായിക്കാൻ ആരുമില്ലാത്ത കാലമാണ്. ആരും സഹായിക്കാനില്ല. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്തിൻ്റെ പേരൊരു പള്ളിയിലില്ല. യാക്കോ പള്ളിയിലില്ല, മർത്തോം പള്ളിയിലില്ല, പെന്തിക്കോസ് പള്ളിയിലില്ല, ഒരു പള്ളിയിലും ഇല്ല. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. തോമസ് ശ്ലീഹായെ യെരുശലേമിൽ നിന്നും കേരളത്തിലേക്ക് അയച്ചത് യേശുവാണെങ്കിൽ തോമസ് ശ്ലീഹായെ കരുതിയ ദൈവം എന്നെയും കൈവിടത്തില്ല. പട്ടിണി എന്താണെന്ന് എനിക്കറിയാം, ദാരിദ്ര്യം എന്താണെന്ന് എനിക്കറിയാം, കാശ്മീരിലെ തണുപ്പ് എന്താണെന്ന് എനിക്കറിയാം, ചൂട് എന്താണെന്ന് എനിക്കറിയാം. 46 ഡിഗ്രി ചൂട് അവിടെ ആകുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയാം. കാരണം എനിക്കൊരു ഫാൻ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു കമ്പിളി ഉണ്ടായിരുന്നില്ല. കടയിൽ കിട്ടുന്ന അരിച്ചാക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ സൈഡിലെ തയ്യൽ അഴിച്ച് അതിൻ്റെ കീഴിൽ കിടന്നുറങ്ങി. എൻ്റെ വീട്ടിൽ ചോറുണ്ണാൻ പ്ലേറ്റില്ലായിരുന്നു. ചോറ് വെക്കുന്ന അലൂമിനിയം ചരുവത്തിൻ്റെ അടപ്പിൽ ചോറ് കഴിച്ചു. കക്കൂസില്ല. മലയാളികളാരും വെളിയിൽ പോയി പരിചയമുള്ളവരല്ല. എങ്കിലും ഞാനും എൻ്റെ ഭാര്യയും റോഡ് സൈഡിൽ രാത്രിയിൽ പോയി കക്കൂസിൽ പോയി. ശുദ്ധമായ ഭാഷയല്ല കക്കൂസ് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണ്. എൻ്റെ വീട്ടിൽ ഒരു കപ്പ് ചായ കുടിക്കാൻ ആരെങ്കിലും വന്നാൽ ഒരു കപ്പ് ചായ കൊടുക്കാൻ എൻ്റെ വീട്ടിൽ കപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അലൂമിനിയം ഗ്ലാസ്, തെണ്ടികളുടെ പാത്രമായ അലൂമിനിയം ഗ്ലാസ്സിൽ ചായ കുടിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് അലൈനിൽ നിന്നും ഇവിടെ നിന്നും ഒരു എഴുത്ത് കിട്ടി. KK ജേക്കബ് അലൈനിൽ നിന്നും ഒരു എഴുത്ത് വന്നു. വർഗീസിനേറെ ഇവിടെ കുറച്ച് പാകിസ്ഥാനികൾ വന്നിട്ടുണ്ട്. 1000 പാകിസ്ഥാനികൾ. അവർക്ക് പാസ്റ്റർമാരില്ല, അവർക്ക് ഉപദേശിമാരില്ല. വർഗീസിന് ഉറുദു അറിയാം, എനിക്ക് ഉറുദു അറിയാം. വർഗീസിന് ഉറുദു അറിയാം. വർഗീസ് വന്നിട്ട് അവർക്കൊരു പാസ്റ്ററായിട്ട് ഇരിക്കാമോ? ഞങ്ങൾ വിസ തരാം, ആശുപത്രി ക്വാർട്ടേഴ്സിൽ, അമേരിക്കൻ ഹോസ്പിറ്റലിലെ ക്വാർട്ടേഴ്സിൽ താമസ സൗകര്യം തരാം, ഒരു കാറ് തരാം, ശമ്പളം തരാം, വരാമോ? ഞാൻ ആ എഴുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിച്ചു പോലുമില്ല. വലിച്ചു കയറി ദൂരെ കാറ്റിൽ പറത്തി. കാരണം എനിക്കറിയാമായിരുന്നു യേശുവിനെ വിളിച്ചത് വടക്കേ ഇന്ത്യയിൽ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത മനുഷ്യരോട് സുവിശേഷം പറയുവാനായിട്ടാണ്. എൻ്റെ കഥ നമ്പർ 2 ഇവിടെ തുടങ്ങുന്നു. ഒരു ദിവസം ഞാൻ പത്താംകോട്ടിരിക്കുകയാണ്. ഞാൻ കാശ്മീരിൽ നിന്ന് പഞ്ചാബിലേക്ക് മാറി. പഞ്ചാബിൽ വന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഓഫീസ് ഒരു ബേസ്മെൻറ്റിലാണ്. എൻ്റെ വീട് മുകളിൽ ബേസ്മെൻറ്റിൽ. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു 12 മണിയായപ്പോൾ എൻ്റെ ഓഫീസിൽ 2 സ്റ്റാഫ് ഉണ്ടാകുന്നു. ഇപ്പം 40 പേരുണ്ട്. അവരെല്ലാവരും കൂടെ ചോറുണ്ണാനായിട്ട് പോയപ്പോൾ ഒരു വലിയ മനുഷ്യൻ 6 അടി 2 ഇഞ്ച് നീളമുള്ള ഒരു സർദാർജി, വലിയ നെഞ്ചുവിരിവുള്ള ഒരു സർദാർജി, തോക്ക് തോളയിലിട്ട് ഒരു മനുഷ്യൻ അവിടെ വന്നിട്ട് ചോദിച്ചു, കോനെ വർഗീസ്? പർവ്വത ശബ്ദം. എനിക്ക് തോന്നി ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന്. കാരണം നമ്മുടെ തോളിലൊരു തോക്കുണ്ട്. ഞാൻ പറഞ്ഞു ഞാനാണ്. ആ മനുഷ്യൻ മുമ്പോട്ട് വന്നു. സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വില്ലന്മാരുടെ മുമ്പോട്ട് പോകുമ്പോൾ ശബ്ദം കേൾക്കുന്നേ, അതുപോലെ ശബ്ദം അവിടെ ഉണ്ടായില്ലെങ്കിലും ഞാനങ്ങ് കേട്ടു. ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ച് കുലുക്കി. ഞാൻ ചോദിച്ചു എന്താ വേണം? കൊക്കോക്കോല വേണോ, പെപ്സി വേണോ? ഇതൊന്നും ഉണ്ടായിട്ട് ചോദിച്ചതല്ല. അവൻ്റെ തോളിലെ തോക്ക് കണ്ട് പേടിച്ച് ചോദിച്ചു പോയതാണ്. ഞാൻ ചോദിച്ചു എന്താ വേണം കുടിക്കാൻ? അയാൾ പറഞ്ഞത് ഇതൊന്നും വേണ്ട. ഞാൻ ചോദിച്ചു എന്താ വരാൻ കാര്യം?
ആ മനുഷ്യൻ പറഞ്ഞൊരു താങ്ക് യു പറയാൻ വന്നതാണ്, ശുക്രിയ ബോൾനിക്കിലിയായ. ഞാൻ ചോദിച്ചു എന്തിനാ? പറഞ്ഞു എൻ്റെ പോലെ പഠിത്തമില്ലാത്ത ഒരു ഉപദേശിയെ നിന്റെ ഗ്രാമത്തിൽ അയച്ചിട്ടുണ്ട്, എനിക്കറിയാം അവൻ എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി ഒപ്പിച്ച് കാണും. ഞാൻ ചോദിച്ചു അവൻ എന്തോ ചെയ്തു? പറഞ്ഞു 4 ദിവസം. പറഞ്ഞു ഞാനൊരു ഉഗ്രവാദിയാണ്, ഞാൻ പഞ്ചാബിൽ നിന്നും എരുമയെ കൊണ്ടുപോയിട്ട് പാകിസ്ഥാനിൽ വിൽക്കുന്നു, പാകിസ്ഥാനിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് പഞ്ചാബിൽ വിൽക്കുന്നു, ഞാനൊരു സ്മഗ്ലറാണ്. 4 ദിവസം മുമ്പ് ഞാൻ കള്ളു കുടിച്ചിട്ട് ബോധം തൃപ്തി വരാഞ്ഞിട്ട്, കള്ളു കുടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തൃപ്തി വന്നില്ലെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാൻ കേട്ടാട്ടെ. പറഞ്ഞു കള്ളു കുടിച്ചിട്ട് മതിയായില്ല, തൃപ്തിയായില്ല, അതുകൊണ്ട് ഒരു ഗ്ലാസ് ചാരായം എടുത്തിട്ട് അതിനകത്തൊരു ചാർമിനാർ സിഗരറ്റ് പൊട്ടിച്ചിട്ട് കലക്കി അങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് പിടിച്ചു, താഴെ വീണു അവിടെ കിടക്കുകയാണ്. അവിടെ കിടക്കുന്ന സമയത്ത് ഒരു പട്ടം പറന്നു വരുന്നത് കണ്ടു. ആ പട്ടത്തെ പിടിക്കാൻ പോയി, അങ്ങ് പട്ടം പറന്നുപോയി. ആ പറന്നുപോയ പട്ടത്തിൽ ആശുപത്രിയിൽ ഒരു റെഡ് ക്രോസ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു ബാർബറുടെ ഈ കഥ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ന്യൂസ് പേപ്പറിൽ ഈ പടം വരച്ച് കാണിച്ചു. ആ മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ആശുപത്രിയിലെ റെഡ് ക്രോസ് അല്ല, ക്രിസ്ത്യാനികളുടെ ചർച്ചിന്റെ മുകളിൽ ഇരിക്കുന്ന കുരിശാണ്, അതെന്താണ് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് എൻ്റെ ഈ പഠിത്തമില്ലാത്ത ഉപദേശി അതിലെ കൂടെ ഒരു സൈക്കിളിൽ പോകുന്നത്. ഞാൻ അയക്കുന്ന ഉപദേശിമാർക്കെല്ലാം ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. സൈക്കിളിന്റെ നടുക്ക ഒരു വാക്യം എഴുതി വെക്കും, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കുന്നു. അയാൾ കണ്ടു ഈ കുരിശുമായിട്ട് പോകുന്നത്. അയാൾ കൈകൊട്ടി ഇനി വിളിച്ചു. പഠിത്തമില്ലാത്ത എൻ്റെ ഉപദേശി ഇങ്ങോട്ട് വന്ന് സൈക്കിൾ പാർക്ക് ചെയ്തെന്ന് ചോദിച്ചു, എന്താ കാര്യം? അയാൾ പറഞ്ഞു ഈ കുരിശിന്റെ അടയാളം ഇയാൾ എന്തിനാ ഇത് അറിയുന്നത്? അന്നേരം പറഞ്ഞു ഇതുപോലെയാണ് സാക്ഷ്യം പറഞ്ഞു. അയാൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവം നിനക്ക് ടെലഗ്രാം അയച്ചിരിക്കുകയാണ്, നിനക്കിനി രക്ഷപ്പെടാൻ സാധ്യമല്ല. എൻ്റെ സ്വർഗത്തിൽ മുട്ടുകുത്തലവിടെ പഠിത്തമില്ലാത്ത ഉപദേശി തോക്ക് തോളയിലുള്ള ഉഗ്രവാദിയുടെ ഒക്കെ പറയാൻ മുട്ടുകുത്താൻ ഞാനായിരുന്നെങ്കിൽ അപ്പോഴേ പ്രാണനം വിട്ടുകൊണ്ട് ഓടിയായിരുന്നു. അവൻ പഠിത്തമില്ലാത്തവനെങ്കിൽ അവനതൊന്നും അറിയത്തില്ല. അവൻ ഈ ഉഗ്രവാദി അവിടെ മുട്ടുകുത്തി റോഡിൽ മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞ് കൈകുപ്പിക്കാട്ടെ, തോക്ക് താഴെ കൈകുപ്പിക്കാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് കർത്താവായ യേശുവേ ഞാനൊരു ഭാവിയാണ്, ഇന്നു മുതൽ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, ഇന്നു മുതൽ നീ എൻ്റെ ദൈവം. അവൻ പറഞ്ഞു അങ്ങനെ 4 ദിവസം മുമ്പ് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു, എനിക്ക് സമാധാനമുണ്ട്. ആ പഠിത്തമില്ലാത്ത ഉപദേശി എൻ്റെ ഗ്രാമത്തിൽ അയച്ചതിനും താങ്ക് യു പറയാൻ വന്നതാണ്. എന്നിട്ട് എൻ്റെ ചോദിച്ചു സ്നാനപ്പെടുത്താണോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. പഞ്ചാബിലെ ശ്രീ ഹർഗോബിന്ദ്പൂർ പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി അദ്ദേഹത്തെ സ്നാനപ്പെടുത്താനായിട്ട്. അവിടെ ബിയാസ് നദി ഒഴുകുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ നടന്നെങ്കിൽ മാത്രമേ, മണലിലൂടെ നടന്നെങ്കിൽ മാത്രമേ അപ്പുറത്ത് ആറ്റിൽ ചെല്ലത്തുള്ളൂ. ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. ഞങ്ങളെല്ലാവരും കൂടി പാട്ടുമൊക്കെ പാടി ചെണ്ടയൊക്കെ കൊട്ടി ഇങ്ങനെ വരികയാണ്, മൃദംഗമൊക്കെ അടിച്ച് ഇങ്ങനെ വരികയാണ്. എല്ലാവരും വലിയ ഗൗരവത്തിലാണ്, എല്ലാവരും വലിയ ഗൗരവത്തിലാണ്. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് ഒരു കയറ്റമാണ്. കയറ്റത്തിലോട്ട് കയറി കഴിയുമ്പോഴാണ് റോഡ്. ആ റോഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യൻ പഞ്ചാബിൽ ഡാൻസ് ചെയ്യുന്നവരുണ്ടോ, നല്ല രസമാണ് കാണാൻ. ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൂടെ നിന്നവരൊക്കെ പറഞ്ഞു, മലയാളികളാണ് കൂടെ വന്നവരൊക്കെ പറഞ്ഞു ഇന്ന് നൃത്തം ചെയ്യരുത്, ഇന്ന് വിശുദ്ധ ദിവസമാണ്, ഇന്ന് നീ സ്നാനപ്പെട്ട ദിവസമാണ്. അവൻ പറഞ്ഞു പോടാതെ പോക്കേ, നിനക്കറിഞ്ഞുകൂടാ ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ ഞാൻ 3 പ്രാവശ്യം 3 പേരെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഞാൻ ജയിലിൽ കിടന്ന. ഈ ജയിലിനെ നന്നാക്കാൻ കഴിഞ്ഞില്ല, ഈ പോലീസിനെ നന്നാക്കാൻ കഴിഞ്ഞില്ല, ഇന്ത്യ സർക്കാരിനെ നന്നാക്കാൻ കഴിഞ്ഞില്ല, പഞ്ചാബിനെ നന്നാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം എനിക്ക് വിടുതൽ തന്നു, ഞാൻ ഇനിയും നൃത്തം ചെയ്യും. എനിക്ക് 1000 ജീവനോടെ ഉണ്ടെങ്കിൽ ആ ജീവിതം മുഴുവൻ ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ വീണ്ടും സമർപ്പിക്കാം. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം. ഇതാ കഥ നമ്പർ 3. ഇന്ത്യയിലെ ഒരു പടം എടുത്തിട്ട് അതിൻ്റെ നടുക്കൊരു പിൻകുത്താണെങ്കിൽ നിങ്ങൾ റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നാഗ്പൂർ, റായ്പൂർ, അതിൻ്റെ താഴെ ജഗദൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററിന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ ഗ്രാമങ്ങളിലാണ് വസിക്കുന്നത്, ജീവിക്കുന്നത്. ഡൽഹിയിൽ എൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിലും ഞാൻ ഡൽഹിയിൽ താമസിക്കാറില്ല, ഞാൻ ഇന്ന് ഓടി നടക്കുകയാണ്. അവിടെ ജഗദൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹിന്ദു മനുഷ്യൻ, ഭിക്ഷ വലിക്കുന്ന മനുഷ്യൻ, ഒരു മദ്യപാനി മരിച്ചു, മദ്യം കുടിച്ചു മരിച്ചു. അവൻ്റെ ഭാര്യയ്ക്ക് ആഹാരം കുറവായിരുന്നു. അവൾ ഒരു ദിവസം ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അവളും മരിച്ചു. ഇനി ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത ചെറുക്കൻ 5 വയസ്സ്, ഗുരു. രണ്ടാമത്തെ ചെറുക്കൻ 3 വയസ്സ്, മൂന്നാമത്തേതൊരു പെൺകുഞ്ഞ്. അവരെ ആര് നോക്കും? ഈ മരിച്ചുപോയ മനുഷ്യന്റെ സഹോദരൻ പറഞ്ഞു, എൻ്റെ അനുജന്റെ മക്കളല്ലേ, ഞാൻ പ്രാർത്ഥന. അവൻ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഓർക്കുന്നത് യവനും ഭിക്ഷ വലിക്കുന്നവനാ. ഈ കുഞ്ഞുങ്ങൾക്ക് ആരാഹാരം കൊടുക്കും? എവിടെ നിന്ന് കൊടുക്കുവാൻ? കള്ളു കുടിക്കാൻ പൈസ കിട്ടുന്നില്ല. അവസാനം ഒരു ദിവസം അവൻ ഒരു മാർഗം കണ്ടുപിടിച്ചു. നിങ്ങളിത് വിശ്വസിക്കത്തില്ല ഞാൻ ഈ പറയുന്ന കഥ. അവനൊരു മാർഗം കണ്ടുപിടിച്ചു. അവൻ
ആ മനുഷ്യൻ, അവൻ എന്ന് പറയുന്നത് ശരിയല്ല, ആ മനുഷ്യൻ ഒരു പണക്കാരനെ കണ്ടുപിടിച്ചു. ചോദിച്ചു, എൻ്റെ 2 കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ട്, വേണോ? ആ മനുഷ്യന് പണക്കാരനാണ്, അയാൾക്ക് വേലക്കാരെ വേണം, വീട്ടിലെ പാത്രം കഴുകാൻ, കോഴിയെ നോക്കാൻ, പശുവിനെ നോക്കാൻ വേലക്കാരെ വേണം. ആ മനുഷ്യൻ മൂത്ത 2 കുഞ്ഞുങ്ങളെയും വിലയ്ക്ക് വാങ്ങിച്ചു. 5 വയസ്സുള്ള ഗുരുവിനെ, 3 വയസ്സുള്ള അവൻ്റെ അനിയനെ 25 രൂപ കൊടുത്ത് 2 കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു. ആ മനുഷ്യൻ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ മനുഷ്യൻ, ഈ സ്ത്രീ അറിഞ്ഞു, ഈ കൊണ്ടുപോയ മനുഷ്യൻ്റെ ഭാര്യ അറിഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ എൻ്റെ ഭർത്താവ് വിറ്റ് കളഞ്ഞു. അവർ എവിടെയൊക്കെയോ പോയിട്ട് 25 രൂപ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ മനുഷ്യൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ സഹോദരൻ്റെ മക്കളാണ്, തന്നേ ഒക്കത്തുള്ളൂ. അവർ വാങ്ങിച്ചുകൊണ്ട് പോയി, തിരികെ കൊണ്ടുപോയി. അവർ വീട്ടിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇനി എങ്ങനെ വളർത്തും? എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, കിട്ടുന്ന രൂപ മതിയാവുന്നില്ല, ഞാൻ എങ്ങനെ വളർത്തും അറിയത്തില്ല. അങ്ങനെ വേണ്ടി ഒരു ഉപദേശി അതുവഴി പോവുകയായിരുന്നു. അയാൾക്കെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? പറഞ്ഞു, ഇതുപോലെയാണ് സംഭവം. പറഞ്ഞ്, ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം, എൻ്റെ കൂടെ വന്നാട്ടെ. ആ സ്ത്രീയും 2 കുഞ്ഞുങ്ങളും ഗുരുവും ഗുരുവിൻ്റെ അനുജനും കൂടെ ഞങ്ങളുടെ ഓർഫനേജിൽ വന്നു. ജഗദൽപൂരിൽ ഞങ്ങൾക്കൊരു ഓർഫനേജ് ഉണ്ട്. ഞങ്ങൾക്ക് 8 ഓർഫനേജ് ഉണ്ട്. ഏകദേശം 300 ചില്ലുവാനം കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. ആ ഓർഫനേജിൽ കൊണ്ടുവന്നു. എൻ്റെ കൂട്ടുവേലക്കാരൻ്റെ പേര് അജയൻ എബ്രഹാം എന്നാണ്. അജയൻ എബ്രഹാം പറഞ്ഞില്ല, ഞങ്ങൾക്ക് എടുക്കാനൊക്കത്തില്ല, എനിക്ക് 57 കുഞ്ഞുങ്ങളുടെ പൈസ ഡൽഹിയിൽ നിന്ന് PG വർഗീസ് അയക്കുന്നുള്ളൂ, ഇനി എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കുവാൻ സാധ്യമല്ല. പക്ഷേ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അജയൻ എബ്രഹാം പറഞ്ഞു, PG വർഗീസിനെ എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം രൂപ തരും. ഈ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം രൂപ തരും. അദ്ദേഹം എനിക്ക് എഴുതി ഞാൻ 2 കുഞ്ഞുങ്ങളെ കൂടെ എടുത്തു. ആ കുഞ്ഞുങ്ങൾ പഠിക്കാൻ മിടുക്കനായിരുന്നു. ഗുരു പഠിച്ചു. 1, 2, 3, 10, 12ാം ക്ലാസ് ഹയസ്റ്റ് മാർക്കിനകത്ത് ജയിച്ചു. ചേച്ചി പാസ്റ്ററൊക്കെ പറഞ്ഞു, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്ക് മ്യൂസിക് പഠിക്കാൻ പോകണം. അവനെ അതുകൊണ്ട് ഡെറാഡൂണിലുള്ള ഒരു ബൈബിൾ കോളേജിൽ അവനെ മ്യൂസിക് പഠിക്കാൻ അയച്ചു. അവനോട് മ്യൂസിക് പഠിക്കുമ്പോൾ അവൻ കേട്ടു ഹിൽ സോങ്സ് ഓസ്ട്രേലിയ. അവൻ്റെ സ്വപ്നം കാട് കയറി. PG വർഗീസ് സ്വപ്നം കൊടുക്കുന്നവനാണ്. അവൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്, എനിക്ക് അമേരിക്കയിൽ പോയാൽ കൊള്ളാം, എനിക്ക് അയർലൻഡിൽ പോയാൽ കൊള്ളാം, എനിക്ക് ഓസ്ട്രേലിയയിൽ പോയാൽ ഹിൽ സോങ്സിൽ പോയി പാട്ട് പാടാം, പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാകും, എനിക്കൊരു മദാമിയെ കെട്ടാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം, എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകും, എന്തിന് ഞാൻ ഇവിടെ അനാഥനായിട്ട് ജീവിക്കണം? പക്ഷേ ആ സമയത്ത് അവൻ ചിന്തിച്ചു, യേശുവിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു പണക്കാരൻ്റെ വീട്ടിൽ സൂര്യപ്രകാശം കാണാത്ത ഒരു അടിമയായിട്ട് ജീവിക്കുമായിരുന്നു. അവൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതം ഞാൻ യേശുവിനായിട്ട് സമർപ്പിക്കുന്നു. അവൻ ഓസ്ട്രേലിയക്ക് പോകാനുള്ള, അമേരിക്കയ്ക്ക് പോകാനുള്ള അവൻ്റെ സ്വപ്നം കുഴിച്ചിട്ടിട്ട് അവൻ തിരികെ ചെന്നിട്ട് അവൻ്റെ ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. അവൻ സുവിശേഷം പ്രസംഗിച്ചതിന് കഴിഞ്ഞ വർഷം 75 പേര് സ്നാനപ്പെട്ടു. കൈയടിക്കുന്നത് 75 പേര് സ്നാനപ്പെട്ടു. അവൻ്റെ അനുജൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്, നിലമ്പൂർ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്, അടുത്ത വർഷം ഗ്രാജുവേറ്റ് ചെയ്യും. അവൻ്റെ സഹോദരി ബൈബിൾ കോളേജിൽ 1ാം വർഷം പഠിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ആരോ ഒരു മലയാളി എൻ്റെ കഥ കേട്ടിട്ട് എന്നെ സഹായിച്ചതിനാൽ, ഒരു സുവിശേഷ വിലക്കാരനെ അയച്ചതിനാൽ, ഒരു ഓർഫൻ ചൈൽഡിനെ സ്പോൺസർ ചെയ്ത്, ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ. നിങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു അതെല്ലാം ഈ ലോകത്തിൽ കിടക്കാം. എന്നാൽ കഴിയുമെങ്കിൽ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ സഹായിക്കുക, ഒരു ഓർഫൻ കുഞ്ഞിനെ സഹായിക്കുക. കഴിയുമെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് ജീവിതം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ 3ാമത്തെ കഥ. എൻ്റെ സമയം എനിക്കറിയാം. ഹല്ലേലൂയ. എനിക്ക് 5 മക്കളാണ്, ഒരു ഭാര്യ. പരാതി പറഞ്ഞതല്ല, പരമാർത്ഥം പറഞ്ഞാണ്. ഹല്ലേലൂയ. എൻ്റെ 5 മക്കളിൽ 4 പേര് ഉപദേശിമാരാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠനെ കാണാൻ പോയി, എൻ്റെ കസിൻ ബ്രദർ പെരുമ്പാവൂർ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി എൻ്റെ അടുക്കളയിൽ എന്നെ വലിയ സ്നേഹമാണ്, എന്നെ ഒത്തിരി സ്നേഹമാണ്. എൻ്റെ ചേട്ടത്തിമാരിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആൻറ്റി ആയിരിക്കണം. ഞാൻ ചേച്ചിയാണ് വിളിക്കുന്നത്. ചേച്ചി എൻ്റെ അടുക്കളയിൽ ഒത്തിരി നാൾക്ക് ശേഷം കാണുകയാണ്. എനിക്ക് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം, മക്കളൊക്കെ എന്തെടുക്കുന്നു, മൂത്തവൻ എന്തെടുക്കുന്നു? ഞാൻ പറഞ്ഞു, ഉപദേശിക്കുക. അയ്യോ, പഠിച്ചില്ലയോ? അവന് വേറെ ജോലിയൊന്നും കിട്ടിയില്ലയോ? ഞാൻ പറഞ്ഞു, അധികമൊന്നും പഠിച്ചില്ല, കുറച്ചേ പഠിക്കാനൊത്തുള്ളൂ. അവൻ്റെ ഡിഗ്രി എണ്ണിക്കോ, 1 എണ്ണിക്കോ. BSc മാറിവാനിയോസ് ഹയസ്റ്റ് മാർക്ക്. MSc ശിവാജി യൂണിവേഴ്സിറ്റി ഗ്വാളിയർ ഹയസ്റ്റ് മാർക്സ്. MDU ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റി അമേരിക്ക. PhD ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റി അമേരിക്ക. MBA ഓറൽ യൂണിവേഴ്സിറ്റി അമേരിക്ക. CPA ഓറൽ യൂണിവേഴ്സിറ്റി. ഞാൻ ഈ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് പഠിത്തമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ 5 മക്കളെ, ഞാൻ 5 മക്കളെ 4 പേരെ ഉപദേശിമാരാക്കുവാനുള്ള ഭാഗ്യം സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. കാരണം എന്താണെന്നറിയാം, വേറെ ജോലി കിട്ടാഞ്ഞിട്ടല്ല. ഇതിനേക്കാൾ വേറൊരു ജോലി ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അഥവാ കാണുകയാണെങ്കിൽ ഞാൻ ആ ജോലിക്ക് വിടുവാൻ തയ്യാറാണ്. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററുടെ ജോലിയേക്കാൾ, ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ജോലിയേക്കാൾ, അമേരിക്കയുടെ
അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നതിനേക്കാളും ഏറ്റവും വലിയ ജോലിയാണ് സുവിശേഷം, യേശുവിൻ്റെ രക്തത്തെ പറ്റിയുള്ള സുവിശേഷം പ്രസംഗിക്കുക. അത് പ്രസംഗിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്ന ദൈവത്തിന് സ്തോത്രം. അവൻ തന്ന ഈ അവാർഡ് എനിക്ക് വേണ്ടി എന്നോടുകൂടെ കഷ്ടപ്പെടുന്ന സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ഞാൻ നേടുന്നു. എൻ്റെ 2 സഹോദരിമാർ, ഇനിയത്തെ കഥകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണുനീര് വന്നെന്ന് വരാം. എൻ്റെ കൂടെയുള്ള 2 സഹോദരിമാർ, ഞാൻ അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അവർ സുവിശേഷം പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയരികൾ വെച്ച് ആളുകൾ അവരെ പിടിച്ചു. ഒരുത്തി ഓടിക്കളഞ്ഞു, മറ്റവളെ പിടിച്ചിട്ട് 4-5 പേര് റേപ്പ് ചെയ്തു. അവരുടെ പേര് ഞാനിത് വായിക്കുന്നു. ഇൻഡോർ മെഡിക്കൽ 2 സഹോദരിമാർ എന്നെ കാണാനായിട്ട് വന്നു. ഞാൻ ദില്ലി ഉണ്ടായിരുന്നു, ഞങ്ങളെ കാണാനായിട്ട് വന്നു. അവരെന്തൊക്കെ പറഞ്ഞു, അവരവിടെ ഇരുന്ന് വീട്ടുമുറ്റത്തിരുന്ന് കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 4-5 പേര് വന്നു. അവരുടെ ഭർത്താക്കന്മാരെ പിടിച്ച് അവിടുത്തെ മരത്തോട് കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളായി, അതുകൊണ്ട് അമ്മായിയപ്പൻ കാങ്കെ, അമ്മായിയമ്മ കാങ്കെ, ഭർത്താവ് കാങ്കെ, മക്കൾ കാങ്കെ അവർ റേപ്പ് ചെയ്തു. അവർക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുന്നു. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുന്നു. ഞാനല്ല ഇതൊക്കെ ചെയ്തത്, എന്നാൽ ഇതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ആത്മീയമായിട്ട് ബലം തന്ന എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് വാങ്ങിക്കുന്നു. 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസിന് എന്ത് അവകാശമാണ്, എന്താണ് വീരവാദം മുഴക്കാനുള്ളത്? എനിക്കൊരു വീരവാദവും മുഴക്കാനില്ല. ഞാൻ എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ട് പോലുള്ള മനുഷ്യല്ല. 10ാം ക്ലാസ് പഠിച്ചുള്ള പട്ടാളത്തിൽ പോയി അധികം ഒന്നും എഴുതാനും വായിക്കാനും അറിയാത്ത കാലത്താണ് ഒരു ദിവസം ദൈവം എന്തൊക്കെ പറഞ്ഞത്. ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ് മലേഷ്യയിലെ ഒരു വീട്ടിൽ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, മനുഷ്യപുത്ര എഴുന്നേറ്റ് എഴുതുക. ഞാൻ എഴുതിയിട്ടില്ല. പഠിക്കുന്ന കാലത്ത് പ്രേമലേഖനം പോലും എഴുതാൻ അറിയത്തില്ല. ശുദ്ധ മലയാളം പറഞ്ഞതാ കേട്ടോ. ഞാൻ അതുപോലും അറിയത്തില്ല. എന്തെഴുതും ഞാൻ വിചാരിച്ചു സ്വപ്നം കണ്ടതായിരിക്കാം, തോന്നലായിരിക്കാം, കിടന്നുറങ്ങി. വീണ്ടും ശബ്ദം കേട്ട് മനുഷ്യപുത്ര എഴുന്നേറ്റ് എഴുതുക. ഞാൻ വിചാരിച്ചു തോന്നലായിരിക്കാം, കിടന്നുറങ്ങി. പിന്നെയും കേട്ട് മനുഷ്യപുത്ര എഴുന്നേറ്റ് എഴുതുക. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ വേദപുസ്തകം തുറന്നിരിപ്പുണ്ട്, ഇംഗ്ലീഷ് ബൈബിൾ തുറന്നിരിപ്പുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിനകത്തൊരു വാക്യം ഇങ്ങനെ, എൻ്റെ എസെക്കിയേലിൻ്റെ പുസ്തകം ആരും തുറന്നു വെക്കുന്നതല്ല, അതങ്ങനെ ഇരുന്നു. ബൈ ചാൻസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ എൻ്റെ ദൈവം എന്നെ കൊണ്ട് അത് ജയിച്ചാണ്. ഞാൻ നോക്കിയപ്പോൾ അതിലിരുന്ന് മനുഷ്യപുത്ര എഴുതുക. എന്തെഴുതണം എനിക്കറിയത്തില്ല, എൻ്റെ കഴുതാൻ കടലാസില്ല, ഞാൻ ഇതിനു മുമ്പ് എഴുതിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, ഒരു കൊച്ചനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് 2-3 കടലാസ് തരാമോ? ഞാൻ എനിക്ക് 2-3 കടലാസ് എന്നെ കഷ്ടിച്ച് എഴുതത്തുള്ളൂ. ഞാൻ എഴുതാൻ തുടങ്ങി. 2-3 പേജുകൾ എഴുതി, 2-3 പേജുകൾ എഴുതി, 2-3 പേജ് എഴുതി. അങ്ങനെ എഴുതി. ആദ്യത്തെ പുസ്തകമാണ് അത്ഭുതങ്ങളുടെ താക്കോൽ. 1 കോടി കോപ്പിയാണ് വിറ്റടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്നെ അനുഗ്രഹിച്ചവനായ ദൈവം, എൻ്റെ കൈകൾക്ക് ബലം തന്നവനായ ദൈവം, എൻ്റെ പേനയെ ചലിപ്പിക്കുന്നവനായ ദൈവം, എൻ്റെ നാവിനെ ചലിപ്പിക്കുന്നവനായ ദൈവം, എൻ്റെ ബുദ്ധിയെ അനുഗ്രഹിച്ചവനായ ദൈവം. ഞാൻ ഈ പറഞ്ഞു വരുന്ന എൻ്റെ ദൈവം അക്ഷാരം നിസ്സാരമാണ്. എന്നെ അനുഗ്രഹിച്ചതുപോലെ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ബ്രൂസിനെ അനുഗ്രഹിച്ചവനായ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. സഭ സ്ഥാപിക്കുവാൻ, TV ചാനൽ തുടങ്ങുവാൻ, ന്യൂസ് പേപ്പർ തുടങ്ങുവാൻ, വലിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ. ഹല്ലേലൂയ. എൻ്റെ ഈ ഒരു പുസ്തകം ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ ഞാൻ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് ഇമെയിലായിട്ട് അയക്കാമെങ്കിൽ ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയക്കാം. ഫ്രീ ആയിട്ട്. എൻ്റെ ഇമെയിൽ ID വളരെ സരളമാണ്. എഴുതിയെടുത്താട്ടെ, ഗുഡ് മോർണിംഗ് ഇന്ത്യ @outlook.com. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് തന്നാണ്. ഇവിടുത്തെ അഡ്രസ്സ്, നാട്ടിലെ അഡ്രസ്സ് അയച്ചിരിക്കുക. ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പി ഞങ്ങൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ഈ പുസ്തകം നിങ്ങൾ അയച്ച് വരുത്തുക. എനിക്ക് പ്രസംഗിക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ച് ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 4 ബാൾ എടുത്തെന്ന് വിചാരിച്ചായിട്ട് നിങ്ങൾ അമ്മാനമാടുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കൊച്ചുനാളിൽ പെൺകുട്ടികളുടെ കൂടാണ് പ്രവർത്തിപ്പിക്കൊണ്ടിരുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ആമ്പിള്ളേരാരും, ഞാനൊരു പാവപ്പെട്ട ഗ്രാമത്തിൽ, കൊച്ചു ഗ്രാമത്തിൽ, ഞാൻ എൻ്റെ ഗ്രാമം ചോദിച്ചാൽ പറഞ്ഞാൽ പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. താങ്ക് യു കുഞ്ഞെ, താങ്ക് യു കുഞ്ഞെ, താങ്ക് യു കുഞ്ഞെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ മറന്നുപോയത്. ഞാൻ എൻ്റെ സഹോദരിമാരുടെ കൂടെയും സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ കൂടെയും അമ്മാനം കളിച്ചിട്ടുണ്ട്. 2 പന്തിട്ട അമ്മാനമാണ് ഞാൻ നല്ലതുപോലെ വന്ന അമ്മാനമാടുവാൻ. വള്ളിച്ചാട്ടം വളരെ നല്ലതായിട്ട് അറിയാമായിരുന്നു. കല്ലുകളി നല്ലതായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മാനമാടി 2. പിന്നെ 3 ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ഒത്തിട്ടില്ല. നിങ്ങൾ അമ്മാനമാടിയിട്ടുണ്ടോ? 1, 2, 3. പിന്നെ 4 പന്ത് വരെ അമ്മാനമാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ 5 ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി പറയുന്നത് കേട്ടാട്ടെ. 1ാമത്തെ പന്ത് ഇത് നിങ്ങളാണ്. 2ാമത്തേത് നിങ്ങളുടെ കുടുംബമാണ്. 3ാമത്തേത് നിങ്ങളുടെ കുടുംബം വെച്ചാൽ അമ്മയും അപ്പനും സഹോദരന്മാരും. 1 നിങ്ങൾ, 2 നിങ്ങൾ, 2 നിങ്ങളുടെ കുടുംബം, 3 നിങ്ങളുടെ സ്നേഹിതന്മാർ, 4 നിങ്ങളുടെ ജോലി, 5 അത് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. 5 അത് നിങ്ങളുടെ
സ്വന്തം കുടുംബമാണ്. നിങ്ങളുടെ ഭാര്യ, മക്കൾ, അതാണ് നിങ്ങളുടെ കുടുംബം. ഒന്നുകൂടെ പറയട്ടെ, ഒന്നാമത്തേത് നിങ്ങളാണ്, രണ്ടാമത്തേത് നിങ്ങളുടെ അപ്പനും അമ്മയും സഹോദരി സഹോദരന്മാരുമാണ്, 3 നിങ്ങളുടെ സ്നേഹിതരാണ്, റിലേറ്റീവ്സ്, 4 നിങ്ങളുടെ ജോലിയാണ്, ഇതെല്ലാം 5-ാമത്തേത് നിങ്ങളുടെ ഭാര്യയും മക്കളുമാണ്. എന്നിട്ട് നിങ്ങൾ ഈ അമ്മാനം ആടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പന്ത് താഴെ പോയാൽ ഒത്തിരി നേരം എടുക്കും പെറുക്കിയെടുത്ത് രണ്ടാമത് തുടങ്ങാൻ. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോറിറ്റി നഷ്ടപ്പെടരുത്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, 5-ാമത്തേത് ഇത് നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ ഭാര്യയാണ്, മക്കളാണ്. ഇത് താഴെ വീണാൽ പൊട്ടിപ്പോവും. മറ്റേതൊക്കെ റബ്ബറാണ്, താഴെ വീണ പൊട്ടത്തില്ല. മനസ്സിലായോ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളുടെ പ്രയോറിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ. നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും പാട്ടുപാടി നടക്കുമ്പോൾ, രാഷ്ട്രീയത്തിനകത്ത് എല്ലാവരെയും ഭരിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഉപദേശിയായി ഞാൻ എൻ്റെ ജോലി അനാഥ പിള്ളേരെയൊക്കെ സഹായിച്ച് നടക്കുമ്പോൾ എൻ്റെ കുടുംബം തിരസ്കരിക്കപ്പെട്ടാൽ, അത് താഴെ വീണാൽ പൊട്ടിപ്പോകും. അതെന്തായിരുന്നോ അതായിരിക്കത്തില്ല. അതുകൊണ്ട് താഴെ വീഴാതെ സൂക്ഷിക്കുക. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം, മനുഷ്യൻ, മാൻ, പുരുഷൻ എന്നാണ് വാക്ക്. മനുഷ്യൻ, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിരിക്കാം. അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് ദോഷം വരാൻ അനുവദിക്കരുത്, നിന്റെ മക്കൾക്ക് ദോഷം വരാൻ അനുവദിക്കരുത്. അവരെവിടെയാണ് നോക്കിക്കോണം, അവർ ശ്രദ്ധിച്ചോണം. മക്കൾ കരയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കരയുന്നത്? എന്തുകൊണ്ടാണ് ഭാര്യ കരയുന്നത്? എന്തുകൊണ്ടാണ് ഭർത്താവ് കരയുന്നത്? നിന്റെ കുടുംബം ഇത് താഴെ വീണ് പൊട്ടിപ്പോകാൻ ഇടയാകരുത്. 2, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഴിയുന്നത്രയും ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഇൻ പീപ്പിൾ. ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഇൻ പീപ്പിൾ. മനുഷ്യർ, ജോലിക്കാരനൊക്കെ ഞാൻ പറയും, ജോലി ചെയ്യുന്നുണ്ട്, എംപ്ലോയേഴ്സിനൊക്കെ ഞാൻ പറയും, ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ. സോറി, എനിക്ക് തെറ്റിപ്പോയി. ഇൻവെസ്റ്റ് ഇൻ ഗുഡ് പീപ്പിൾ. ഇഫ് യു വിൽ പേ പീനട്സ്, യു വിൽ ഗെറ്റ് monkeys. If you will invest in people, you will get co-workers. ആളുകളുടെ വന്ന് ചോദിക്കും, മർക്കീഷ നിനക്ക് ഇത്രയും പേര്? എൻ്റെ ഓഫീസിൽ 40 പേരാണ്. എൻ്റെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റർ MBA കാരനാണ്. അവൻ വലിയ കമ്പനി പോകാമെങ്കിൽ 1 ലക്ഷം രൂപയെങ്കിലും ശമ്പളം കിട്ടും. ആളുകളൊക്കെ ചോദിക്കും, അയാൾ ഇത്രയും വലിയ തുകയൊക്കെ കളഞ്ഞു കഴിഞ്ഞ് വെച്ച് 10-15,000 രൂപയ്ക്ക് എന്തിനാ PG പരീക്ഷയോടെ വന്ന് വേല ചെയ്യുന്നത്? കാരണം ഐ ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ. ഞാൻ ശമ്പളം കൊടുക്കുകയല്ല, പിന്നെ ഐ ഇൻവെസ്റ്റ് മൈ ടൈം, ഐ ഇൻവെസ്റ്റ് മൈ ലൈഫ് ഫോർ ദം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുക, അവരുടെ കൂടെ ചെലവഴിക്കുക, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുക. Invest in good people. 3, treat others with respect. മറ്റുള്ളവരെ ബഹുമാനത്തോടെ. ഞാനൊരു നല്ല അപ്പച്ചൻ ഉണ്ടായിരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ പപ്പ വളരെ മാന്യനായിരുന്നു, തോട്ട സൂപ്രണ്ടായിരുന്നു. പപ്പായുടെ പഠിത്തത്തെക്കാൾ കൂടുതൽ പരിജ്ഞാനവും വിവേകവും എൻ്റെ പപ്പായ്ക്കുണ്ടായിരുന്നു. എൻ്റെ പപ്പ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാവേലിക്കരെ പഠിച്ച് 10ാം ക്ലാസ് തോറ്റതാണ്. പക്ഷേ ആ പഠിത്തത്തെക്കാൾ പഴയ കാലത്തെ കാര്യം പറയാണ്, അതിനേക്കാൾ കൂടുതൽ അറിവ് പപ്പായ്ക്കുണ്ടായിരുന്നു. പപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. പപ്പായോടൊക്കെ പറഞ്ഞുകൊണ്ട്, പാവപ്പെട്ടവരെ അവഹേളിക്കരുത്, അവർ പാവപ്പെട്ടവരായിരിക്കാം, അവർ നിറം കറുത്തതായിരിക്കാം, അവർ ചറ്റപ്പുരികൾ ജീവിക്കുന്നതായിരിക്കാം, അവർ ജാതികൾ ചിലപ്പോൾ നമ്മൾ താഴ്ന്നതായിട്ട് മറ്റുള്ളവർ കണക്കാക്കിയേക്കാം. പക്ഷേ അവരെ റെസ്പെക്റ്റോടെ, ബഹുമാനത്തോടുകൂടെ. ഞാൻ കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയ തോട്ടികളുടെ ഇടയിലാണ്. തോട്ടികൾ എന്ന് പറഞ്ഞാൽ രാവിലെ കക്കൂസിൽ പോയിട്ട് മനുഷ്യരുടെ ഹ്യൂമൻ വേസ്റ്റ്, മലയാളത്തിൽ മലവിസർജനം, അത് കരണ്ടി കൊണ്ട് കോരി കൊട്ടയ്ക്കകത്തിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ നോക്കിയപ്പോഴാണ്. അവരുടെ കുഞ്ഞുങ്ങളെ ആരും വീട്ടിൽ കയറ്റത്തില്ല, അവർ റോഡിലിരുന്ന് എന്ത് ചെയ്യാണ്? ഞാൻ അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി, ഡൽഹി അവരെ ചൂടുവെള്ളം കൊണ്ട് അവരെ കുളിപ്പിച്ചു, അവരുടെ തലയിൽ പേൻ കൊന്നു, അവരുടെ വസ്ത്രം കഴുകി കൊടുത്തു, അവരെ ഈ എന്ന് പഠിപ്പിച്ചു. ആളുകൾ എൻ്റെ വന്ന് പറഞ്ഞു, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പഠിത്തമുള്ളവരായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കക്കൂസാരി എഴുതും. ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചെടുക്കാം. ഗാന്ധിജി അത് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്ക് സാധ്യമല്ല? ഞാൻ ആ മനുഷ്യരെ മനുഷ്യരാക്കി. എന്ത് സംഭവിച്ചെന്നറിയാം? ഇന്ന് അവരുടെ കൊച്ചുമക്കൾ, ഇന്ന് അവരുടെ മക്കൾ MA-ക്കാരുണ്ട്, അവർ ഇംഗ്ലീഷ് ചർച്ചുണ്ട്. ബഹുമാനം കൊടുക്കുക. Hallelujah. Hallelujah. 4, തിരിയാണ് പ്രസംഗം തിരിയാണ്. A good leader is not a dictator but a co-doer. അവരോട് ചേർന്ന് പ്രവർത്തിക്കുക. 5, have a great vision. Don't have a small vision. Don't have a small vision. Give a big vision. അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ എന്തെങ്കിലും ചോദിച്ചോളൂ. ഇനി സൈക്കോളജി പറയുകയാണ്. സൈക്കോളജിസ്റ്റുമാർ പറയുന്നത്, മക്കളുടെ ആരൊക്കെ ചോദിക്കണോ, നിങ്ങൾക്ക് എന്തായി തീരണമെന്ന് ചോദിക്കുന്നു, അങ്ങനെ ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ജീവിതത്തിൽ വലിയ ആൾക്കാരായി തീരുന്നത്. ആരോട് ചോദിച്ചിട്ടില്ലയോ
അവർക്ക് സ്വപ്നമൊന്നുമില്ല. എന്തോ ആയിത്തീരണം. മലയാളികൾ ഇങ്ങനെ അവർ എന്തോ ആയിത്തീരണം. ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പെൺകൊച്ചു വന്നു അമ്മയപ്പൻ്റെ കൂടെ. ഞാൻ സംസാരിക്കാൻ ചോദിച്ചു, മോളെ എന്തോ ആയിത്തീരണം? അതായിരിക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് ഒരു ഭാവന കൊടുക്കണം. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലെ ഫാമിലി പ്രയറാണ്. എനിക്ക് സ്വത്തില്ലാത്ത മനുഷ്യനാണ്. ഞാൻ രൂപ ഉണ്ടാക്കാൻ മറന്നുപോയി. കോടിക്കണക്കിന് രൂപയാണ് എൻ്റെ കൈകളിലൂടെ പോയത്. പുരയിടമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ സ്വന്തം സമ്പാദ്യം പുരയിടമുണ്ടായിരുന്നു. 8 സെന്റ് ഭൂമി, 8 പറ നിലം, 7 സെന്റ് ഭൂമിയും 8 പറ നിലം ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ പേരിൽ പുരയിടമില്ല. ഇന്ന് എൻ്റെ പേരിൽ വീടില്ല. എൻ്റെ ബാങ്കിൽ 2000 രൂപ, എൻ്റെ ഭാര്യയുടെ പേരിൽ 10000 രൂപ. അത് കുറച്ചാണ്, ചില കൂട്ടി പറഞ്ഞാണ്. 2000 രൂപയെ കുറച്ചാണ്, 10000 രൂപയെ കുറച്ചാണ്. എന്നാൽ എൻ്റെ കയ്യിൽ ദൈവം തരുന്ന രൂപയല്ല. ഞാൻ വടക്കേ ഇന്ത്യയിലെ പാവങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുവാൻ, പാവപ്പെട്ടവരെ പഠിപ്പിക്കുവാൻ, വിധവമാരെ സഹായിക്കുവാൻ, സുവിശേഷം ഇല്ലാത്ത ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ ഞാൻ എൻ്റെ കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഫാമിലി പ്രയർ നടക്കുകയാണ്. വാടക വീട്ടിൽ താമസിക്കാൻ, അവിടെ ഡൽഹിയിൽ താമസിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ കൂടെ വരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക. ഇപ്പോൾ വാടക വീട്ടിലല്ല താമസിക്കുന്ന. എൻ്റെ സംഘടനയ്ക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒന്ന് അറിയിച്ചിട്ട് വരാമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ മാറിപ്പോയേക്കാം. സോറി, നിങ്ങൾ അറിയിച്ചിട്ട് വരാമെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കുന്ന നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ ഡൽഹിയും താജ്മഹലും ഒക്കെ കാണാം. ഒരു ദിവസം എൻ്റെ വാടക വീട്ടിൽ ഫാമിലി പ്രയർ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ക്ലോരോട് ചോദിച്ചു, മോനെ നിനക്കെന്തോ ആയിത്തീരണം? അവൻ മൂത്തവൻ പറഞ്ഞു, ഡാഡിയെ പോലെ വളരെ ബുദ്ധിമാനാണ്, വളരെ പരിജ്ഞാനമുള്ള പയ്യനാണ്, അവൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഗുണമാണ്. അവൻ പറഞ്ഞു, എനിക്ക് ഒരു ഡാഡിയെ പോലെ ഒരു പ്രീച്ചറാണ്. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, അതിനേക്കാൾ നല്ല ജോലി വേറൊന്നുമില്ല. മോളെ നിനക്ക് എന്തായിത്തീരണം? അവൾ പറഞ്ഞു, എനിക്കൊരു ഡോക്ടറാകണം. അവർക്ക് ഡോക്ടറാണ്, അവൾ മന്ദബുദ്ധിയാണ്, അവൾക്ക് ഡോക്ടറാണ്. അവൾ PhD വാങ്ങിച്ചു കേട്ടോ. ഈ മാസം 15-ാം തീയതി അമേരിക്കൻ ഗവൺമെന്റ് അവൾക്ക് PhD അവാർഡ് ചെയ്തു. അവൾ അന്ന് മന്ദബുദ്ധിയാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഡോക്ടറാകണം. മൂന്നാമത്തെ ഞാൻ ചോദിച്ചു, മോനെ നിനക്കെന്തോ ആവണം? അവൻ പറഞ്ഞു, എനിക്കൊരു ബാങ്കിലെ അക്കൗണ്ടന്റ് ആവണം. ഞങ്ങൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ബാങ്കിലെ അക്കൗണ്ടന്റ്. ഞാൻ ചോദിച്ചു, എടാ ഇത് എവിടെ നിന്ന് കിട്ടി ബാങ്കിൻ്റെ അക്കൗണ്ടന്റ് ആവാൻ? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഡാഡി എന്നെ കൊണ്ട് ബാങ്കിൽ പോയില്ലയോ? ഞാൻ കണ്ട ആളുകളെല്ലാം വന്നിട്ട് ബാങ്കിലെ അക്കൗണ്ടന്റിന് രൂപ കൊടുക്കുന്നത്. അപ്പം ഞാൻ ബാങ്കിലെ അക്കൗണ്ടന്റ് ആയാൽ ഒത്തിരി പണക്കാരനാവും. ഞാൻ പറഞ്ഞു, തങ്കക്കടമേ, അവർ കൊടുക്കുന്ന രൂപ